അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് കോഴിക്കോട് സ്വദേശിനിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. എന്താണ് നിങ്ങളുടെ പേര്? അയമ്മ. ഫുൾ നെയിം എന്താ? വെമ്പങ്ങാട്ട് അയമ്മ അല്ലെ? എവിടെയാ വീട്? എവിടെയാ? ചുങ്കം എന്ന് പറഞ്ഞാല് ഫറൂഖ് ചുങ്കം അല്ലെ? കോഴിക്കോട് അടുത്തുള്ള സ്ഥലമാണ് ഫറൂഖ് ചുങ്കം എന്ന് പറഞ്ഞ പാലം കഴിഞ്ഞ ഉടനെ സ്ഥലം അല്ലെ? ഫറൂഖ് പാലം. ഫറൂഖിന്റെ അവിടെ വലിയൊരു പാലം ഉണ്ട്, അത് കഴിഞ്ഞ ഉടനെ ചുങ്കം അല്ലെ? പേട്ട കഴിഞ്ഞ് ചുങ്കം. അവിടെ ഇതില്ലേ, എന്താ പറയാ, ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ ചുങ്കത്ത്? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമ്മളിപ്പോ അക്യുപഞ്ചർ ചികിത്സ എടുക്കാൻ തുടങ്ങിയത് എത്ര കാലായി? ഒരു കൊല്ലം കറക്റ്റായി. എന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായ പ്രയാസം? ഷുഗർ ഉണ്ടായിനി, കൊളസ്ട്രോൾ ഉണ്ടായിനി, പിന്നെ യൂറിക് ആസിഡ് ഉണ്ടായിനി, എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ. ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് മൂന്നുണ്ടായിരുന്നു അല്ലെ? പ്രമേഹം എന്നുള്ളത് എത്ര കാലമായി മരുന്ന് കഴിക്കുന്നതിന്? മരുന്ന് 2 കൊല്ലം 3 കൊല്ലം മരുന്ന് കഴിച്ചിന് ഞാൻ പ്രമേഹത്തിന്. പിന്നെ ഞാൻ ഇത് കാട്ടൽ തുടങ്ങിയാൽ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് കാണിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി അല്ലെ? 1 വർഷമായി ഇത് കാണിക്കാൻ. 1 വർഷത്തോളം ഒരു മരുന്നും ഇല്ലാണ്ടാ ജീവിച്ചത്? ഒരു മരുന്നില്ലാതെ ജീവിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ മരുന്ന് ഉണ്ടായിട്ട് ജീവിച്ചതും അതുപോലെ മരുന്നില്ലാതെ ജീവിച്ചതും തമ്മില് ഏതിനാണ് കൂടുതൽ സുഖം തോന്നിയത്? അപ്പൊ ഇതിനാണ് സുഖം തോന്നിയത്. ഈ അക്യുപഞ്ചർ ചികിത്സക്കാണ് എനിക്ക് സുഖം തോന്നിയത്. അത് ശരിയാ. ഞാൻ എല്ലാരോടും പറയുന്നുണ്ട്, ഇതിങ്ങനെ നല്ല സുഖമുണ്ട്, അവിടെ പോയി കാണിച്ചോളി, ഷുഗറിനൊക്കെ കാണിച്ചോളി, നല്ല മാറ്റങ്ങൾ കിട്ടും. ഞാൻ കുറെ പേര് അവർക്കോട് പറഞ്ഞിട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ അനുഭവിച്ച സുഖം അത് ഒരു മനസ്സിലാവുമ്പോ ശരീരം പിന്നെ ടെൻഷന്, മാനസികമായിട്ട് ഇങ്ങനെ തളർച്ച ഉണ്ടായിനി, അതും കുറെ മാറ്റങ്ങളുണ്ട്. അത് നമ്മൾ കേൾക്കാല്ലേ, ശാരീരികവും മാനസികവുമായ ചികിത്സ അക്യുപഞ്ചറിൽ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞാൽ വിശ്വാസാവില്ലല്ലേ? ഇവരൊരു ജീവസാക്ഷിയാണ് കേട്ടോ. ഇപ്പൊ 1 വർഷമായിട്ട് ഷുഗറിനും അതേപോലെ തന്നെ കൊളസ്ട്രോളിനും യൂറിക് ആസിഡിനും ഒരു മരുന്നും കഴിക്കുന്നില്ല അല്ലേ? പ്രഷർ ഉണ്ടായിരുന്നോ? അതിന് മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിച്ചിനി, പിന്നെ ഇത് കാട്ടൽ തുടങ്ങിയാൽ പിന്നെ കഴിച്ചു. അത് ശരിയാ. ഷുഗറും പ്രഷറും ഉണ്ടായിരുന്നു അല്ലെ? എന്തായാലും ഈ മരുന്നില്ലാത്ത ചികിത്സ നിങ്ങൾക്ക് ഇഷ്ടായോ? എനിക്ക് ഇഷ്ടായിട്ടുണ്ട്. എന്താണെന്ന് പറയാൻ കാരണം എന്നറിയോ? ഈ ഒരു പ്രായത്തിലും നമ്മൾക്ക് പേടിയാണ് അല്ലെ, മരുന്ന് നിർത്തിയാ മരിച്ചു പോവും, അല്ലെങ്കിൽ മരുന്ന് നിർത്തിയാ വേറെന്തെങ്കിലും ആവോ, അങ്ങനെയൊക്കെ ആൾക്കാർക്ക് പേടിയാണ്. പക്ഷെ മരുന്ന് നിർത്തിയിട്ട് ഇപ്പൊ 1 വർഷത്തോളായി അക്യുപഞ്ചർ. എന്നോട് എല്ലാരും പറയും ഇങ്ങനെ കാണിക്കാണ്ടക്കണ്ട, ഷുഗർ കൂടി പോയി. ഞാൻ പറഞ്ഞ് ഒരു ഷുഗർ കൂടാനില്ല, എനിക്ക് നല്ല മാറ്റങ്ങളാണ്, എനിക്ക് ഷുഗർ ഇല്ലയാണ് ഇപ്പൊ. അത് ശരിയാ. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്, ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്. അത് ശരിയാ. ക്ഷീണം കുറവുണ്ടോ? ക്ഷീണം കുറവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണവും ഇതൊക്കെ തന്നെ, ഇങ്ങനെ വെറും ഘട്ടങ്ങളൊക്കെ അല്ലേ ഇനി. അപ്പൊ അതിന്നൊക്കെ ഞാൻ അൽഹംദുലില്ലാ മാറ്റങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ കാണുമ്പോ എന്റെ ഉമ്മാനെ ഓർമ്മ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഉമ്മ 23 വയസ്സ് മുതല് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചതാ. ഓരോ വർഷം കഴിയുന്തോറും മരുന്ന് കഴിക്കും തോറും ക്ഷീണിതയാണ് ചെയ്തത്. പിന്നെ നമ്മള് അക്യുപഞ്ചറിലേക്ക് വന്നതിന് ശേഷമാണ് ശരിക്കും, ഞാനൊക്കെ അക്യുപഞ്ചറിലേക്ക് നല്ല ആക്റ്റീവ് വന്ന സമയത്ത് ഇതിന് മുന്നേ തന്നെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്ര കാലം എനിക്ക് തോന്നുന്നൊരു 40 വർഷത്തോളം ഉമ്മ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാണ്. 40 അല്ല 43 വർഷം. ഇല്ല, അന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ സ്ഥലത്തില്ല, ദുബായിലായിരുന്നു. എന്തായാലും ചികിത്സിക്കണമെങ്കിൽ കുറെ മക്കളെ ഒരു ചികിത്സാ സ്വാതന്ത്ര്യം ഒക്കെ കിട്ടണല്ലോ. എന്റെ ബ്രദർ ഷുഹൈബ് റിയാലു സാർ ഇതിലുണ്ടായിരുന്നു. പക്ഷെങ്കില് ബ്രദറിന് പോലും നല്ലൊരു ചികിത്സാ സ്വാതന്ത്ര്യം കിട്ടിയില്ല. എന്താ വെച്ചാൽ മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് മരുന്ന് നിർത്തി എന്തെങ്കിലും ആവോ, ഈ ഒരു ചിന്തയാണ് എല്ലാവർക്കും. അതാണ് എല്ലാവർക്കും. ഞാൻ പറഞ്ഞു, എനിക്കിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് എല്ലാരോടും പറഞ്ഞു, അവിടെ പോയി കാണിച്ചാൽ നിങ്ങൾക്ക് ഷുഗറിന് ക്ഷീണവും കുഴക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് എല്ലാരോടും പറഞ്ഞു. അത് മാത്രല്ല ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് പ്രമേഹത്തിന് പൂർണ്ണമായി ശമനം കിട്ടില്ല എന്ന് മാത്രല്ല, മരുന്നിന്റെ എണ്ണം കൂടി വരും. മരുന്നിന്റെ എണ്ണം അതന്നെ ഷുഗർക്ക് കൊടുക്കണത് കൂടി വരികയാണല്ലോ ഇപ്പൊ എനിക്ക്. അതെ. അതേപോലെ തന്നെ ക്ഷീണം കൂടും. പിന്നെ മരുന്നിന്റെ സൈഡ് എഫക്ട്. എന്റെ ആങ്ങൾക്ക് ഇൻസുലിൻ വെക്കുക. നിങ്ങളെ ആങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഓനിപ്പോ 45 വയസ്സായിട്ടുണ്ടോ? അത് ശരിയാ. നിങ്ങളെ ഉപ്പാക്കും ഉമ്മക്കും ഉണ്ടായിരുന്നോ പ്രമേഹം? ഉമ്മക്കുണ്ടായിരുന്നു അല്ലെ? എന്തായാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇതൊരു പാരമ്പര്യ രോഗമൊന്നുമല്ല, ഒരേ ജീവിതശൈലിയിൽ വന്ന രോഗമാണ്. ഇതിന് ശരിക്കും മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെ. നമ്മളെന്താ പറയുന്നേ, വിശക്കുമ്പോ കഴിക്കുക,
വിശപ്പില്ല നിർത്തുക അല്ലെ. ഈ ഒരു രീതിയാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തല്ലോ. അതേപോലെ നേരത്തെ ഉറങ്ങുക. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളടുത്ത് ചികിത്സക്ക് വന്നാൽ മതി എന്നാ പറയുന്നത്. ഉറങ്ങണ കാര്യത്തിലാണ് ഇപ്പൊ എനിക്ക് കുറച്ചൊരു ഇതുള്ളത്. അത് പിന്നെ ഇങ്ങനെ നേരം പോകുമ്പോൾ പിന്നെ എന്റെ മോന്റെ ഈ ഒരു പ്രശ്നത്തില് ഓൻ വരുമ്പോ കുറച്ച് നേരം പോകും. അപ്പൊ ഞാൻ തന്നെ മാണല്ലേ ചെയ്തു കൊടുക്കുക. അതെ അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യണല്ലോ, അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടില്. അല്ല നിങ്ങൾക്ക് ഇത്ര പ്രായമായില്ല, എന്റെ ഒരു അഭിപ്രായം പറയാട്ടോ. ഇപ്പൊ മോന് ലേറ്റ് ആയി വരികയാണ്, ജോലി കഴിഞ്ഞ് ലേറ്റ് ആയി വരികയാണെങ്കിൽ നിങ്ങൾ ഒരു ചാവി എക്സ്ട്രാ ഉണ്ടാക്കിയോ, അവന് വേണ്ട ഫുഡൊക്കെ മേശയിൽ വെച്ചോ. നിങ്ങൾ ഇത്ര പ്രായമായിട്ട് പിന്നെയും ഇപ്പൊ മോനെ കാത്തിക്കേണ്ട ഒരു ആവശ്യമില്ല എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാനിങ്ങനെ പ്രായമായ പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആദ്യം അവർക്കൊരു ബുദ്ധിമുട്ടാവും, പിന്നെ മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരുടെ ആരോഗ്യം നോക്കാൻ കഴിയുന്നുണ്ട്. അവന്റെ ആരോഗ്യം നോക്കാൻ അവനക്കൊരു ഭാര്യ ചെയ്തു കൊടുക്കുക. അപ്പൊ ഒരു ഉമ്മനുള്ള സഹായം ഉള്ളൂ. ആ ഒരു ഇതാണ്, വേറൊന്നുമില്ല. ഭാര്യ ഉണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല. ഞാന് പോവുക, ഞാൻ എന്റെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പോയി കിടക്കുക. പിന്നൊരു കാര്യത്തിൽ ഓന് പെണ്ണെട്ടി കഴിഞ്ഞാൽ നേരത്തെ കിടന്ന് അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് രോഗികൾക്ക് നല്ല മാറ്റം ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഒരു ജീവസാക്ഷിയാണ് നമ്മളെ മുന്നിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. എന്താ ചെയ്യണ്ടേ, നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ട് അക്യുപഞ്ചർ ചികിത്സ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ കൃത്യമായി മാറുന്ന രോഗം തന്നെയാണ് പ്രമേഹം. അത് മാത്രല്ല, ഇവർക്ക് BP ഉണ്ടായിരുന്നു, അതേപോലെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, അതേപോലെ യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു. ഒന്നിനും മരുന്ന് കഴിക്കുന്നില്ല. ഒന്നിനും മരുന്നില്ല. ഇപ്പൊ നല്ലതില്ല. അതിന് ഞാൻ രക്ഷപ്പെട്ടു. അതന്നെ മരുന്ന് തരായി അറിയാം. 15 തരായി ഗുളിക ഞാൻ കഴിക്കല. 15 തരം ഗുളിക ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. കഴിച്ചുകൊണ്ട് നിന്നിന ആളാണ്. അതിപ്പോ പെട്ടെന്ന് പറഞ്ഞില്ല, ഒരു പാത്രം ആയിട്ട് എല്ലായിടത്തും ഇങ്ങനെ നടക്കിയല്ലേ, ആ ഗുളികയും പാത്രവും ആയിട്ട്. അത് ശരി, ബോക്സിലിട്ട് വെക്കുക. ഇതന്നെ അല്ലെ മെഡിക്കൽ ബോക്സുകൾ. അത് ശ്രദ്ധിക്കണം കേട്ടോ. പ്രായം കൂടുന്തോറും ബോക്സിന്റെ വണ്ണം വലുതാവും. എന്താണ്, ഇങ്ങനെ ജീവിതശൈലിയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ മരുന്ന് സേവിച്ചുകൊണ്ട് മരണം വരെ ചികിത്സ ചെയ്യുന്ന ശരീരത്തെ സൃഷ്ടിക്കലിൽ നിന്നും മാറ്റിക്കലാണ് അക്യുപഞ്ചർ എന്നുള്ളത് അല്ലെ. നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ? ഇപ്പൊ ഒരു മരുന്നും ഇല്ലാതെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഒറ്റക്കല്ല ഇപ്പം കെട്ടി വരുന്നത്. മക്കളൊന്നും ഇല്ലാണ്ട് വരുന്നത്. ഒരാളും ഇല്ലാതെ. ഇവിടെ എത്ര ദൂരം നിങ്ങളെ വീട്ടിലേക്ക്? ഇവിടുന്ന് ഇപ്പം ദൂരം 20 ഉറുപ്പ്യന്റെ വട്ടമെടുപ്പം. ഞാൻ ചുങ്കത്തുനിന്ന് പുളിക്കെന്നാ വരുന്നത്. പുളിക്കക്ക് 20 ഉറുപ്പ്യ, വെടുക്ക് 20 ഉറുപ്പ്യ, അല്ല 30 ഉറുപ്പ്യ സാൻഡ്രിക്ക്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് 13 ഉറുപ്പ്യ ഒക്കെ ആയില്ലേ. അപ്പൊ നോക്കുമ്പോ ഏകദേശം ഞാൻ പറയാണ്, പുളിക്കലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 18-20 കിലോമീറ്റർ അടുത്തുണ്ടാവും ഏകദേശം ദൂരം. ഈ പ്രായത്തിൽ ഒറ്റയ്ക്ക് വന്ന് അതുപോലെ മരുന്ന് നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് ജീവിതം പോകുന്നുണ്ട് എന്നുള്ള വലിയൊരു ഭാഗ്യമാണ് ഇത്. ഈ രീതിയിൽ നമുക്ക് മാറണം താല്പര്യമുണ്ട്, നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ എന്താണോ ലൈഫ് സ്റ്റൈൽ പറയുന്നത് കൃത്യമായി പാലിച്ചുകൊണ്ട് ഇവര് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. എന്റെ മോളോട് ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് അൽഹംദുലില്ലാ ഒന്നുമില്ല. അപ്പൊ എന്റെ മോള് പറഞ്ഞു, നിങ്ങൾ ആരോടും പറയണ്ട അമ്മച്ചിയത്. എന്താ അല്ല സുഖമില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആരെയും കണ്ണൊടുങ്ങിയാണ് പേടി. കണ്ണു കൊടുക്കുമെന്നുള്ള പേടിയാണ് അല്ലെ. ആരോഗ്യം വർദ്ധിച്ചപ്പോ ഉണ്ടായ ചിന്ത നോക്ക്, കണ്ണു കൊടുക്കുമെന്നുള്ള. എന്തായാലും കണ്ണൊന്നും ഉമ്മക്ക് കൊടുങ്ങൂല. ഉമ്മ നല്ല രീതിയിൽ പോയാൽ മതി, ഈ ലൈഫ് സ്റ്റൈലിൽ പോയാൽ മതി. എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാഹ്. എന്തായാലും നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഇവർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.